ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി നല്ലപോലെ തുടച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തു. തൊലിയൊന്നും കളയണ്ട. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 1/2 മണിക്കൂർ നമുക്കിതുപോലെ ഇത് വെക്കാം. ഉപ്പൊക്കെ പുരട്ടി അരമണിക്കൂറായി മാങ്ങ വെച്ചിട്ട് നമുക്കിനിയും അച്ചാറിടാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 150 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് വേണ്ടത്, വേറെ എണ്ണയൊന്നും അച്ചാറിടാൻ ഉപയോഗിക്കരുത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് പിളർന്നതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി മാങ്ങ അച്ചാറിന് ഇടേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്. വെളുത്തുള്ളിയും കരിവേപ്പിലയും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളിയും കരിവേപ്പിലയും നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ എണ്ണ നല്ല തിളച്ച് നിൽക്കുകയാണ്. അതൊന്ന് തണുക്കാനായിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തത്. എണ്ണയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 കിലോ മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 7 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതും അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ ഫ്ലെയിം കുറച്ച് വെക്കാവൂ. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ 1 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്തിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റാം. ആ വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഈ മാങ്ങ ഇതിലേക്കിടാം. അതിലെ ഉപ്പിൻ്റെ വെള്ളവും എല്ലാം ഒന്നിച്ചിടണം. നല്ലതായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ അച്ചാർ തണുക്കുമ്പം കുപ്പി ഭരണിയിലാക്കി വെളിയിൽ വെച്ചിരുന്നാൽ മതി. ഒരാഴ്ച വരെയും ഇത് വെളിയിലിരിക്കും. നനഞ്ഞ സ്പൂണ് ഒന്നും ഇതിൽ ഇടാതിരുന്നാൽ മതി. വെളിയിൽ വെച്ചിരുന്നാൽ ഈ മാങ്ങാപ്പിക്കിൾ കേടാകാതെ ഇരിക്കും. മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.